ഇന്ന് ഞങ്ങൾ ഇതുപോലെയുള്ള ബോട്ടിലുകൾ ഷ്രിങ്ക് ലേബൽ ചെയ്യുന്നത് എങ്ങനെയാണ് ഞങ്ങൾ വിവരിക്കുന്നത്. ഇതിനു മുമ്പുള്ള ഞങ്ങളുടെ വീഡിയോകളിലെല്ലാം 5000 രൂപക്ക് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റാവുന്ന ബിസിനസ് ആശയങ്ങളാണ് പങ്കുവച്ചത്. അങ്ങനെ 5000 രൂപക്കെല്ലാം ബിസിനസ് തുടങ്ങി അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അതിന്റെ എമൗണ്ട് എല്ലാം കൂട്ടി ബിസിനസ് വ്യാപിപ്പിക്കേണ്ടി വരും. അങ്ങനെ ഒരു 5000 പീസ് എല്ലാം ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റ് ക്വാളിറ്റി മാറ്റേണ്ടി വരും. അങ്ങനെ ക്വാളിറ്റി കൂട്ടുമ്പോൾ നമുക്ക് അതിന് ചെയ്യാൻ പറ്റാവുന്ന ഷ്രിങ്ക് ലേബിൾസിനെ കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ പറയുന്നത്. ഷ്രിങ്ക് ലേബിൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഇതാണത്. പ്ലാസ്റ്റിക് ഫിലിം തന്നെ ഷ്രിങ്ക്, അതിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്, ചുരുങ്ങുക. നമ്മുടെ ബോട്ടിലിന്റെ ഡിസൈൻ അനുസരിച്ച് അത് ചുരുങ്ങുന്ന ലേബലാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞതും എന്നാൽ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പാക്കിംഗ് മെത്തേഡാണ് ഷ്രിങ്ക് ലേബൽ എന്ന് പറയുന്നത്. ഷ്രിങ്ക് ലേബൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നമുക്ക് സിലിണ്ടർ ഉപയോഗിച്ച് ചെയ്യാം. സിലിണ്ടർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിന് വലിയ ക്വാണ്ടിറ്റി വേണം, പക്ഷെ കോസ്റ്റ് വളരെ അധികം കുറഞ്ഞു വരും. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഷ്രിങ്ക് ലേബൽ നമുക്ക് സിലിണ്ടർ ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ ഏകദേശം നമുക്കൊരു ₹1 കോസ്റ്റ് വരും. പക്ഷെ ഇപ്പോൾ പുതിയ ടെക്നോളജിയിൽ നമുക്ക് ഡിജിറ്റൽ ഷ്രിങ്ക് ചെയ്യാം. അപ്പൊ നമുക്ക് സിലിണ്ടർ ഇല്ലാതെ ചെയ്യാം, പിന്നെ ക്വാണ്ടിറ്റി കുറക്കാം. 1,00,000 എന്നുള്ളത് നമുക്കൊരു 5,000 ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഈ ബോട്ടിൽ കണ്ടോ, ഈ ബോട്ടിൽ സപ്പോസ് ഹണി ആണ് ഫില്ല് ചെയ്യുന്ന ബോട്ടിൽ ഇതിൽ ഫില്ല് ചെയ്യുന്നതെന്ന് കരുതുക. അപ്പൊ നമുക്ക് ഹണി നിറച്ച് കഴിയുമ്പോൾ ഇതിന് സ്റ്റിക്കർ ഒട്ടിക്കാൻ എന്തുമാത്രം വിഷമമാണെന്ന് നോക്കി. ഒരു റൗണ്ട് സ്റ്റിക്കർ ഒട്ടിക്കാൻ വലിയ പാടാണ്. ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം അങ്ങനെ ഒട്ടിക്കൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം നമുക്ക് ഈസി ആയിട്ട് ഒപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു 5,000 ക്വാണ്ടിറ്റി പ്രിന്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഷ്രിങ്ക് ലേബലായിട്ട് ചെയ്യാം. അതായത് നമുക്ക് കൊടുക്കേണ്ട ആർട്ട് വർക്ക്, അതിന്റെ ടെക്സ്റ്റ് കാര്യങ്ങളെല്ലാം ഇതിലേക്ക് നമുക്ക് കൊടുത്തിട്ട് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം കൊടുത്ത് നമുക്ക് ഇതേപോലെ ബോട്ടിൽ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ബോട്ടിൽ ഇതിലേക്ക് സ്ലീവ് ആക്കി ഇങ്ങനെ ഇടുന്നു. ഇങ്ങനെ ഇട്ട് നമ്മൾ അതിന്റെ സൈഡെല്ലാം ഇങ്ങനെ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ ഇങ്ങനെയാണുള്ളത് ഇതിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ ഷേപ്പിനൊക്കെ അനുസരിച്ച് നമ്മൾ ബോട്ടിലിന്റെ ഷേപ്പിനൊക്കെ അനുസരിച്ച് ചെയ്തിട്ട് ഈ മെഷീൻ വെച്ചാണ് അത് ചെയ്യുന്നത്. ഹോട്ട് എയർ ഗൺ എന്ന് അതിനെ പറയും. ഇതിനും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഇപ്പോൾ 1 lakh ഒക്കെ ചെയ്യുന്ന ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് അതിന് ചെയ്യുന്ന വേറെ മെഷീൻ ഉണ്ട്. പക്ഷെ ചെറിയ ക്വാണ്ടിറ്റിക്കാർക്കെല്ലാം ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഏകദേശം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പല റേഞ്ചിലുള്ള ഹോട്ട് എയർ ഗൺ ഉണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ഏകദേശം 1,900 രൂപയാണെന്ന് തോന്നുന്നു, പ്ലസ് GST വരുന്നത്. കാരണം ഒരു ബ്രാൻഡ് അനുസരിച്ച് അതിന്റെ റേറ്റ് വ്യത്യാസം വരും. എന്നാൽ ഇതും ഈ ഷ്രിങ്ക് ലേബലും ഉണ്ടെങ്കിൽ നമുക്കൊരു 5000 പീസ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിലൂടെ വരുന്നത് ഹോട്ടായിട്ടുള്ള എയർ ആണ്, ഫ്ലെയിം ഉണ്ടാവില്ല. ഫ്ലെയിംലെസ് ഹോട്ട് എയർ ആണ് ഇതിലെ വരുന്നത്. ഇതിന്റെ അകത്തൊരു കോയിൽ ഉണ്ട്. ഈ കോയിൽ കത്തി ഇതിലൂടെ ഈ ചൂടുള്ള കാറ്റ് വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കാറ്റ് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 3-4 സെക്കൻഡ് കൊണ്ട് അതിന് ഇത്ര നല്ല ഇതേപോലുള്ള പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെല്ലാ മാർക്കറ്റിലും ഇതേ തരത്തിലുള്ള ഷ്രിങ്ക് ലേബലാണ് മാർക്കറ്റ്. നമുക്കെല്ലാം ഇപ്പൊ ഈ അടുത്താണ് ഇതെല്ലാം ചെയ്യാൻ പറ്റാവുന്ന തരത്തിലേക്ക് വന്നത്. കാരണം ചെറിയ കസ്റ്റമേഴ്സിന് ഇത് അഫോർഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 1 lakh പീസ് എടുക്കണം, പിന്നെ സിലിണ്ടർ ഉണ്ടാക്കണം. അതെല്ലാം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് നമുക്കിത് വളരെ 5000 പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതായിട്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഇത് ഈ ബോട്ടിലിന്റെ പ്രത്യേകത. ഇതിനിപ്പോ നമുക്കൊരു ഇപ്പൊ ആരോ റൂട്ട്, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആരോ റൂട്ടിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആരോ റൂട്ട് നിറച്ച് ക്യാപ്പ് ഇട്ട് ഇതിൽ സ്റ്റിക്കർ ഒട്ടിക്കാൻ പാടില്ല. ഇവിടെ ഇങ്ങനെ വ്യത്യാസം, അതിന്റെ ഷേപ്പ് വ്യത്യാസം ഇരിക്കുന്നുണ്ട്. ഈ സെന്ററിൽ ഇങ്ങനെ ഇരിക്കുന്നു, ഇത് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഇതിന് ഷ്രിങ്ക് ലേബലേ പറ്റുള്ളൂ. ഷ്രിങ്ക് ലേബൽ ചെയ്യുന്നതിന് കണക്കാക്കിയാണ് ഇപ്പൊ മാർക്കറ്റിലെ ആളുകൾ ഇതിറക്കുന്നത്, ബോട്ടിൽ ഉണ്ടാക്കുന്നത് തന്നെ. അപ്പൊ അതിന് നമ്മൾ ചെയ്യാം ഇതേപോലെ തന്നെ ഈ ബോട്ടിലിന്റെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ ഷ്രിങ്ക് ലേബൽ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഞാൻ പറഞ്ഞ പോലെ 5,000 ഡീൽ. ഇപ്പൊ ഇതിന് ഏകദേശം വരുന്നത് ഏകദേശം ഒരു ₹4.75 ഇതിന് ഏകദേശം നമ്മൾ ചെയ്തപ്പോൾ വന്നത്. അതും ഇതുപോലെ തന്നെ നിമിഷ നേരം കൊണ്ട് നമുക്കത്
ആ ബോട്ടിലേക്ക്. ഞാൻ എപ്പോഴും പറയുന്നത് ഇത് ഏറ്റവും ചെറിയ, എല്ലാവരും ഇപ്പൊ 5000 രൂപക്ക് ഇത് എങ്ങനെ അവർക്കൊന്നും പറ്റില്ല. 5000 രൂപ തുടങ്ങി ബിസിനസ് വർദ്ധിച്ചൊരു സെക്കൻഡ് സ്റ്റേജിലേക്കൊക്കെ ആയി കഴിയും. നമുക്ക് അത്യാവശ്യം ബിസിനസ് ഒക്കെ ആയി കഴിഞ്ഞവർ മാത്രം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മതി, അല്ലാതെ വെറുതെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഞങ്ങളുടെ മറ്റുള്ള വീഡിയോയിലെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റാവുന്ന, ഇപ്പൊ പൗച്ചിലെല്ലായിട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ലല്ലോ, അങ്ങനെയുള്ള ബിസിനസ് ചെയ്യാൻ പറ്റാവുന്നതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ നിരവധി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങി നോക്കാൻ പറ്റും. ബിസിനസ് തുടങ്ങി വേറൊരു ലെവലിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ് ഈ തരത്തിലുള്ള സംഭവങ്ങൾ. പിന്നെ ഇത് ഈ ബോട്ടിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇത് പെറ്റ് ബോട്ടിലാണെങ്കിൽ എംറ്റി ബോട്ടിലേക്ക് ഇത് ചെയ്യുമ്പോൾ ഇത് ചൂട് വരുന്നതുകൊണ്ട് ബോട്ടിൽ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെറ്റ് ബോട്ടിൽ ചെയ്യുന്നവരെ അത് പ്രൊഡക്റ്റ് നിറച്ചിട്ട് ചെയ്യാന്നുള്ള. പിന്നെ ഇനി ഇതൊക്കെ അതേപോലെ തന്നെ ചെയ്തിരിക്കുന്നതാണ്. ഈ ഷ്രിങ്ക് ലേബല്, ഈ ഡിജിറ്റൽ ഷ്രിങ്ക് ലേബല് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. പക്ഷെ കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളവർക്ക്, അതായത് ഇപ്പൊ അടുത്ത സ്റ്റേജ്, ഇപ്പൊ നമ്മൾ 5000 എല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റാവുന്ന 5000 പീസസ് ആണ്, എമൗണ്ട് അല്ല, 5000 പീസസ് അഫോർഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കസ്റ്റമർക്ക് അങ്ങനെ ചെയ്തു എന്നായിരിക്കും. അടുത്ത ഘട്ടം, മൂന്നാമത്തെ ഘട്ടം വരുമ്പോൾ ഒരു ക്വാണ്ടിറ്റി എല്ലാം കൂടി നല്ല ബിസിനസ് റേഞ്ചിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതേ ഡിസൈൻ തന്നെ നമുക്ക് സിലിണ്ടർ ഉപയോഗിച്ച് ചെയ്യാം. ആ സിലിണ്ടർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ലാഭം നോക്കൂ. 5 രൂപ എന്നുള്ളത് നമുക്ക് 1 രൂപയെല്ലാം ആയിട്ട് കോസ്റ്റ് കുറയുമ്പോൾ ആ 4 രൂപ സ്ട്രേറ്റ് നമുക്ക് പ്രോഫിറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രത്യേകത കൂടി, ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് കൂടെ തിരിച്ചു വരും എന്നുള്ളതാണ്. ഇപ്പോൾ ഇതുപോലുള്ള നമ്മുടെ ഡിജിറ്റൽ മെത്തേഡ് വന്നപ്പോൾ ഉള്ള പ്രയോജനങ്ങൾ അതൊക്കെയാണ്. ഈ മെത്തേഡ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഡിജിറ്റൽ സ്റ്റാൻഡപ്പ് പൗച്ചുകളും നിരവധി സ്റ്റാൻഡപ്പ് പൗച്ചുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു സ്റ്റാൻഡപ്പ് പൗച്ച് നമുക്കൊരു 12000 പീസ് സ്റ്റാൻഡപ്പ് പൗച്ച് ഉണ്ടെങ്കിൽ അത് 4 ഡിസൈനായിട്ട് 4 വേരിയന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ സ്പൈസസ് പൗഡർ ഉള്ള ഒരു ആൾക്ക് എല്ലാത്തിനും സിലിണ്ടർ എടുത്ത് ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെന്റ് വരും. അതേസമയം ഒരു 12000, അത് ആ സൈസ് അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. ചിലതിന് 20,000 അടിക്കേണ്ടത്, ചില 15,000 അടിക്കേണ്ടത്. അങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് അതിന് സിലിണ്ടർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് 3 4 ഒക്കെ ആയിട്ട് അതിന്റെ വേരിയന്റ് ആയിട്ട് അടിക്കുമ്പോൾ നമുക്ക് അത്രയും ഡിസൈനിൽ അതിന് തുടക്കക്കാർക്ക് ഈ വക സംവിധാനങ്ങളൊക്കെ വളരെ സൗകര്യമാണ്. ഈ ലോകത്തിലെ ഏറ്റവും നല്ല കോമ്പറ്റീറ്റേഴ്സ് പോലും ഇല്ലാത്ത രീതിയിൽ ഏറ്റവും നല്ല പാക്കിങ് നമുക്ക് ഇതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ സാധ്യതകളെ കുറിച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിരിക്കും. ഇന്ന് നമ്മൾ ഷ്രിങ്ക് ലേബലിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനിയും നമ്മൾ ഇതുപോലെ നമ്മുടെ വീഡിയോകളിൽ ഇന്നോവേറ്റീവായ സംഭവങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ വീഡിയോ വരുന്നുണ്ട്. നമ്മളുടെ കോസ്മെറ്റിക് ബോട്ടിൽസ്, പെർഫ്യൂം ബോട്ടിൽസ് വിത്ത് ത്രെഡഡ് നെക്കുള്ളത്, അത് നമുക്ക് വേറെ മെഷീനൊന്നും ഇല്ലാതെ നിങ്ങൾക്കൊരു ചെറിയ ക്വാണ്ടിറ്റി വാങ്ങിച്ച് നിങ്ങൾക്ക് 5000 രൂപക്കെല്ലാം തുടങ്ങാൻ പറ്റാവുന്ന ബിസിനസ് ആശയങ്ങളൊക്കെ ഞങ്ങൾ ഇതിലൂടെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് ഇന്നോവേറ്റീവ് ആയുള്ള ഐഡിയകളും മെത്തേഡുകളും പാക്കിംഗ് മെറ്റീരിയലുകളെല്ലാം കുറിച്ചുള്ള വീഡിയോകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.